शिव 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 तांडवम हर 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 शिव 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 तांडवम शिव 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 तांडवम हर 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 शिव 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 तांडवम शिव 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 तांडवम हर 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 शिव 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 तांडवम शिव 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 നമസ്കാരം. മഹാമാഘ മഹോത്സവം കേരളത്തിൻ്റെ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷവും നിറവുള്ള സമയമാണ്. കാരണം നിറയെ ആൾക്കാർ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങളിലായിട്ട് ആയിരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇവിടെ ആരതി കാണാൻ വേണ്ടി 76,000 പേരിലധികം ഇന്നലെ പങ്കെടുത്തു. ഇന്ന് അതിലേറെ ആൾക്കാരാണ്. ഓരോ ദിവസവും ആൾക്കാർ കൂടിക്കൂടി വരികയാണ്. ഇത് കേരളത്തിൻ്റെ അടുത്ത ഒരു തലത്തിലേക്കുള്ള യാത്രയാണ്. ഇത് വലിയ ഒരു ഹൈന്ദവ സംഗമമാണ്. എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ ജാതി വ്യത്യാസമില്ലാതെ വർഗ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് വരികയാണ്. ഗ്രൂപ്പായിട്ട് സന്യാസികൾ, പരമ്പരകൾ എല്ലാവരും ഇവിടെ വന്ന് സ്നാനം ചെയ്യുന്നു. ഇവിടെ വിവിധ പൂജകൾ നടക്കുന്നു, നാമജപങ്ങൾ നടക്കുന്നു, സ്നാനം നടക്കുന്നു. വൈകുന്നേരം കാശിയിൽ നടക്കുന്ന ദശാശ്വമേധ ഘട്ടിൽ നടക്കുന്ന അതേ ആരതി അവിടെ ചെയ്യുന്ന അതേ ആൾക്കാർ ഇവിടെ ചെയ്യുന്നു. നമുക്ക് കാശിയിൽ മാത്രം കാണുന്ന കാഴ്ച നമുക്കിവിടെ ഇന്നലെ കാശിയിൽ കാണുന്നതിനേക്കാളേറെ ആൾക്കാർ ഇവിടെ നമ്മൾ ആരതി കണ്ടു. ഇത് കേരളത്തിൽ വലിയൊരു മാറ്റമാണ്. കാരണം കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേള കാണാൻ പറ്റിയിട്ടില്ല എന്ന് സങ്കടമുള്ളവർക്കൊക്കെ അതേപോലെ അത് ആ ഒരു അനുഭവം കിട്ടുന്ന ഒരു കാര്യമാണ്. ഏതാണ്ട് 270 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരു സംസ്കാരത്തെയാണ് വീണ്ടെടുക്കുന്നത്. ഇത് നമ്മളെ സ്വത്വത്തിലേക്കുള്ള യാത്രയാണ്. ഐക്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിശേഷം. പല ഭാഗത്തുനിന്ന് നദികൾ പോലെ ജനങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. കാരണം ഒരുപാട് പരിമിതികളുണ്ട്, അതൊക്കെ മറികടന്നുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിൽ ഈ ആരതി കാണുന്നു. ഈ മണപ്പുറം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അത്രയധികം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു നല്ല മെസ്സേജാണ്. ഇതൊരു ഉത്സവ പ്രതീതിയാണ്. ഇത് കുംഭമേള ഒരു അവസാനമല്ല, ഒരാരംഭമാണ്. ഞങ്ങൾ ഐക്യമുണ്ട് എന്ന് പറയുന്ന ഒരു സന്ദേശമാണ്. ഇത് വലിയൊരു മാറ്റമാണ്. കേരളം അടുത്തൊരു തലത്തിലേക്ക് പോവുകയാണ്. മഹാമണ്ഡലേശ്വർ അതിൻ്റെ വലിയ ഒരു പ്രവർത്തനമാണ്. ജൂനാഘാടയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. മഹാമണ്ഡലേശ്വർ ആനന്ദനം ഭാരതി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേള നടത്തിയ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവമൊക്കെയാണ് ഇവിടെ അദ്ദേഹം ഇത് നടപ്പിലാക്കുന്നത്. ഇത് വലിയൊരു മാറ്റമാണ്. ഇതോടുകൂടി കേരളത്തിൽ ധാരാളം അഖാഡകൾ വരണം. ഒരഖാഡയെങ്കിലും കുംഭമേളയോടുകൂടി വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം എല്ലാ കാലത്തും ധർമ്മത്തിന് ചുതി ഉണ്ടാകുന്ന സമയത്ത് അതിനെ സംരക്ഷിച്ചത് സന്യാസിമാരാണ്. ചൈന യുദ്ധത്തിൽ പോലും നാഗസന്യാസിമാരാണ് മിലിറ്ററിക്ക് ഒപ്പം ചേർന്ന് ഭാരതത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്. അതേപോലെ ഇപ്പം അത്തരത്തിലൊരു അവസ്ഥയിൽ കൂടിയാണ് കേരളം കടന്നു പോകുന്നത്. ഭാരതം ഒരു ശരീരമാണ്, ഒരു ദേവിയുടെ, ഭാരതമാതാവിൻ്റെ ശരീരമാണ് ഭാരതം. ഒരു ഭൂമിശാസ്ത്രമായ പ്രദേശമല്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൂലാധാരം വരുന്ന ഭാഗമാണ് തമിഴ്നാടും കേരളവും. ഇത് വലിയൊരു മാറ്റം തന്നെയാണ്. ഇതാണ് എല്ലാവരും തന്നെ കുംഭമേളയിൽ പങ്കെടുക്കുക. വരുന്ന ദിവസങ്ങളിൽ ധാരാളം പേര് പല ഭാഗത്തുനിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. സന്യാസിമാർ പുറപ്പെട്ട് കഴിഞ്ഞു. വലിയൊരു സംഗമമാണ് ഈ സന്യാസിമാർക്കൊപ്പം സ്നാനം ചെയ്യുക എന്നുള്ളത്. ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമസ്കാരം.